الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ذكر الأنبياء كفار من العبادة وذكر الصالحين والأولياء كفارا وذكر الموت صدقا وذكر القبر يقربكم من الجنة هو القطب سلطان سماه محمد أبو بكر المشهور من دون ريبة وحيد فريد لا يوافق مثله ولي جليل شيخ كل الطريقة وكان حميد الحال حلوا لمنطقي ونال من الله الكريم بقدرتي صلاة وتسليم وأزكى التحية على المصطفى المختار خير البرية عفى الله عن مداه أهل الولاية دواما مدام الشمس دارت بمنتي وعن سامعيهم ثم حضار مجلسي ومتعيمهم لله حبا بنعمتي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله خذ بأينا قلت هيلتنا أدنا ആദരവ് ഈ മഹയ സ്ഥാപനവും ഈ സദസ്സിന്റെ കാര്യദർശിയായ ഈ മഹത്തായ സദസ്സിൽ സന്നിധരായ ഈ സദസ്സിലുള്ളവറുകൾ രദിക്കുകളിൽ നിന്നും എത്തിച്ചേർന്ന മുതഅല്ലിമുകൾ പണ്ഡിതന്മാർ മുഅ്മിനുകൾ എന്റെ സുഹൃത്തുക്കളെ സഹോദരിമാരെ സുദീർഘമായ ഒരു പ്രഭാഷണം നടത്തണമെന്ന് കരുതിയിരുന്നു. അല്പം എത്താൻ ചില സാങ്കേതിക കാരണങ്ങളെ കൊണ്ട് വഴുകിയ വേളയിലാണെങ്കിലും ഒന്ന് രണ്ട് വിഷയങ്ങൾ ഖുതുബുൽ ആലം സിയവിൽ മടവൂരി ഖുദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളെ കുറിച്ച് പറഞ്ഞ് ഞാൻ നമ്മുടെ ഈ സദസ്സിൽ
നടക്കാനിരിക്കുന്നത് എന്റെ വാക്കുകൾക്ക് ശേഷം ഏതാ സദസ്സിലുണ്ട് എന്നെനിക്കറിയാം. സുഹൃത്തുക്കളെ, അല്ലാഹു ഖുതുബുൽ ആലമിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഓതിവെച്ച ഒരു ആയത്ത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതും അത് പല സദസ്സുകളും നിങ്ങൾ കേട്ടതാണ്. വിശിഷ്യ എല്ലാ പള്ളികളിൽ നിന്നും റമളാനു ഷരീഫിൽ ഉസ്താദുമാർ വഅള് പറഞ്ഞു തന്നിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരായത്താണ് വിശുദ്ധ ഖുർആൻ. ലോകത്ത് ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ജീവിതത്തിന്റെ ശൈലികൾ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തേണ്ടതെന്നുള്ളതിലേക്ക് ചിന്തോദീപകമായി വിശുദ്ധ ഖുർആൻ ഉമ്മത്തി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികളോടൊരു ഉപദേശം ചെയ്യുകയാ. ഓ മുഅ്മിനീങ്ങളെ, നാളെ ഖിയാമത്ത് നാളിൽ വരുന്നൊരു അവസ്ഥയുണ്ട്. നാളെ ഖിയാമത്ത് നാളിൽ ഒരു അവസ്ഥ വരാൻ നമുക്കുണ്ട്. അതേ പാപികളായ ആളുകളെ നരകത്തിലേക്ക് തൊളിക്കുന്ന ഒരു അവസ്ഥ. ഈ ലോകത്തെ തമ്മാടിത്തരങ്ങൾ ചെയ്ത് വേണ്ട വിചാരങ്ങളിലൂടെ സഞ്ചരിച്ച സമൂഹത്തിന് നരകക്കുണ്ടിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ തൊളിക്കപ്പെടുന്നു. ആ മലക്കുകൾ തൊളിക്കുമ്പോൾ അവർ ചെല്ലുന്ന സമയത്ത് നരകത്തിന്റെ കവാടം അടക്കപ്പെട്ടിരിക്കുകയാ. ആ സമയത്ത് നരകത്തിന്റെ കവാടം അടച്ചത് നരകത്തിലുള്ള ചൂടിന്റെ ഡിഗ്രി മുഴുവനും ഈ വരുന്ന കുറ്റവാളിയുടെ മുഖത്തേക്ക്, ഇല്ലെങ്കിൽ കുറ്റവാളിയുടെ ശരീരത്തിൽ പതിച്ച് ചൂടുകൊണ്ട് പൊള്ളി ആ ശിക്ഷ നല്ല പോലെ ലഭിക്കണമെന്ന ഒരൊറ്റ കാര്യത്തിനാണ് അല്ലാഹു അവർ വരുന്ന സമയത്ത് തുറക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ നേരെ മറിച്ച് എന്റെ ഈ സദസ്സിൽ സന്നിധരായ എന്റെ സുഹൃത്തുക്കൾ അൽഹംദുലില്ലാഹ് വിശുദ്ധമായ ശവ്വാലിലാണ്. ഒരു മാസക്കാലം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തവരാണ് ഞാനും നിങ്ങളും. ആ സമയത്ത് നമ്മുടെ ഖൽബിനെ നമ്മളൊക്കെ ശുദ്ധമാക്കി തഖ്വയിൽ ജീവിച്ചവരാണ്. ആ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു ഗേഹം സ്വർഗ്ഗമാണ്. വസീഖല്ലദീന തഖൗ റബ്ബഹും, അവരുടെ റബ്ബിനെ പേടിച്ച് നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ച് ജീവിച്ചവരെ നാളെ ഖിയാമത്ത് നാളിൽ അതാ തൊളിക്കപ്പെടുകയാണ്. ഇലൽ ജന്നതി സുമറാ, കൂട്ടം കൂട്ടമായി തൊളിക്കപ്പെടുകയാണ്. കൂട്ടത്തോടുകൂടി മുഅ്മിനീങ്ങളായ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവരെ അതാ ഫൗജം ഫൗജായി, സംഘം സംഘങ്ങളായി തൊളിക്കപ്പെടുമ്പോൾ സുഹൃത്തുക്കളെ, ഹത്താ ഇദാ ജാഉവാ, ആ സ്വർഗത്തിന്റെ കവാടത്തിങ്കൽ അവരങ്ങ് എത്തുമ്പോഴാണ് വഫുതിയത് അബ്വാബുഹാ, അവർ അങ്ങോട്ട് ചെല്ലുമ്പോൾ നേരത്തെ തന്നെ തുറക്കപ്പെട്ടിട്ടുണ്ട്. നേരെ മറിച്ച് കുറ്റവാളികളായ നരകാവകാശികൾ ചെന്നപ്പോഴോ അവർ നേരെയുണ്ടായിരുന്നത്. ചെന്നപ്പോൾ കവാടം അടക്കപ്പെട്ടതാണ്. ചെല്ലുമ്പോഴാണ് തുറന്നിരുന്നത്. നരകത്തിന്റെ ശിക്ഷ പരിപൂർണമായും കിട്ടാനാ. നേരെ മറിച്ച് സ്വർഗത്തിലേക്ക് എത്തിയപ്പോഴോ അൽഹംദുലില്ലാഹ് ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം കവാടം തുറക്കപ്പെട്ട് വരുന്നവരെയും പ്രതീക്ഷിച്ച് എല്ലാ വിധേനയുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ട് അൽഹംദുലില്ലാഹ് വഫുതിയത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാം. അവിടുത്തെ ആ സ്വർഗത്തെ കാക്കുന്ന മലക്ക് റിദ്വാന് അലൈഹിസ്സലാത്തു വസ്സലാമും അവിടുത്തെ ഖാദിമീങ്ങളായ മലക്കുകളും കടന്നു വരുന്നവരോട് പറയുന്നതെന്താണ്? സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സന്തോഷമുണ്ട്, സലാമുൻ രക്ഷയുണ്ട്. കേറിയാൽ ഇനി മടക്കമില്ല. കേറിയാൽ ഈ ഗേഹത്തിൽ നിന്ന് ഈ സുഖാനുഭൂതി നഷ്ടപ്പെടലില്ല. സലാം
സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. നിങ്ങളതാ സലാമുൻ അലൈക്കും തിബ്തും, നല്ല പോലെ നിങ്ങൾ സുഖിച്ചോ, നിങ്ങൾക്ക് രക്ഷയാണ്, സന്തോഷമാണ്, നിങ്ങൾക്ക് നല്ല സുഖാനുഭൂതികളുള്ള സ്വർഗമാ. അതുകൊണ്ട് നിങ്ങൾ ദുന്യാവിൽ നിന്ന് ഇബാദത്ത് ചെയ്തവരല്ലേ, നിങ്ങൾ ദുന്യാവിൽ ത്യജിച്ച് ജീവിച്ചവരല്ലേ, നിങ്ങൾ ദുന്യാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് മുഴുവനും എടുത്ത് നടന്നവരല്ലേ. മന്നത്തല്ലാഹു ബിഖൽബിൻ സലീം, നല്ല ശുദ്ധ ഹൃദയത്തോടുകൂടി അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ആളുകളെ വിശുദ്ധ ഖുർആൻ പ്രശംസിച്ചില്ലയോ മുഅ്മിനീങ്ങളെ? ആ വിശുദ്ധ റമളാൻ ശരീഫിന്റെ ഒരു മാസക്കാലം നല്ല ശുദ്ധമായ ഔലിയാഇന്റെ ഹൃദയമാക്കി നമ്മുടെ ഹൃദയം മാറ്റിയ ഈ സുന്ദരമായ ശവ്വാലിന്റെ പൊന്നുരാത്രികളിൽ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഉമ്മമാരെ, അല്ലാഹുവിലേക്ക് നമ്മൾ ആ നേടിയെടുത്ത ശുദ്ധ ഹൃദയത്തോടുകൂടി നമ്മുടെ റൂഹ് അല്ലാഹു പിടിച്ചാൽ അല്ലാഹുവിന്റെ ഔലിയാക്കളും തഖ്വയിൽ ജീവിച്ച് സ്വർഗാവകാശികളായി കഴിഞ്ഞുപോയ മഹാന്മാർ അവരുടേതായ ജീവിതശൈലിയും നമ്മൾ ഒരുവിടെ മൂലമാക്കി ജീവിച്ചാൽ അൽഹംദുലില്ലാഹ്. സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. കേറി വന്നോ, നിങ്ങൾക്ക് ഈ സ്വർഗത്തിലിരിക്കാം, നിങ്ങൾക്ക് എല്ലാ സുഖവും ആസ്വദിക്കാം, നിങ്ങൾക്ക് ഖാലിദീന ഫീഹാ, ഈ സ്വർഗത്തിൽ ശാശ്വതമാണ്. സുഹൃത്തുക്കളെ, നമ്മൾ തഖ്വയുള്ള മഹാന്മാരായ ഔലിയാക്കളോടുള്ള മഹബത്ത് വെച്ചിട്ടാണ് ഈ സദസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്നെനിക്കറിയാം. നിങ്ങൾക്കറിയില്ലേ? ഫൈലുൽ ഖദീറിൽ പ്രത്യേകമായി പറഞ്ഞു, അബൂ ഹഫ്സ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, നമ്മുടെ കൽബുകൾ താഴ്മയിലൂടെ ജീവിക്കുന്ന കൽബുകളാകുമ്പോ നമ്മുടെ കൽബ് ശുദ്ധമാകും, നാം അല്ലാഹുവിൽ തഖ്വയുള്ളവരായി തീരും. അബൂ ഹഫ്സ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ അഹബ്ബ യതവാള ഖൽബുഹു ഫൽയസ്അബ സ്സാലിഹീൻ. നമ്മുടെ സഹവാസങ്ങൾ സ്വാലിഹീങ്ങളോട് കൂടെയാകണം. എന്താരെങ്കിലും ഒരാൾ അവന്റെ ഹൃദയത്തിലേക്കൊരു താഴ്മയും ശുദ്ധതയും കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? സ്വാലിഹീങ്ങളുടെ സദസ്സിൽ വന്നു സ്വാലിഹീങ്ങളോടുകൂടി സഹവസിച്ചു കൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അതേ ഇസ്അൽ ഖരീനഹു, ഒരു മനുഷ്യനെ കുറിച്ച് അറിയാൻ ഓ ഉമ്മമാരെ, ഓ ഉപ്പമാരെ, ഒരാളുടെ സ്വഭാവം അറിയണമെങ്കിൽ അവന്റെ കൂട്ടുകാരൻ ആരാണെന്നറിഞ്ഞാൽ മതി. ഒരു ഉമ്മയെ കുറിച്ച് ചോദിച്ചാൽ ആ ഉമ്മാന്റെ സ്വഭാവം എന്താണ്? ആ ഉമ്മ ഒരാളെയും കുറ്റം പറയാത്തവരാണ്. ആ ഉമ്മാക്ക് ദുന്യാവിന്റെ പിന്നിൽ ചിന്തയില്ലാത്തവരാണ്. ആ ഉമ്മാന്റെ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയെ പോലെയാത്ത വലിയത്തിന്റെ സ്വഭാവമാണ്. എപ്പോഴും ഖുർആനോത്താണ്, കിട്ടുന്ന ദിക്റിന്റെ സദസ്സുകളിൽ ബഹുമാനപ്പെട്ട എസി അബ്ദുള്ള ഉസ്താദ് അവറുകൾ നടത്തുന്ന ആഴ്ചയിൽ നടത്തുന്ന സ്വലാത്തിന്റെ സദസ്സിലല്ലേ ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം സിയമുൽ മടവൂരി തങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരു നേർച്ച നടത്താനുള്ള കാരണം എന്താണ്? നാളെ നിങ്ങൾക്ക് അന്നദാനങ്ങൾ അവിടത്തേക്ക് വേണ്ടിയിട്ട് സ്വതക്കകൾ അർപ്പിച്ചുകൊണ്ട് അന്നദാനം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട കൂരിക്കുഴി തങ്ങളടക്കമുള്ള വലിയ സാദാത്തുക്കളും പണ്ഡിതന്മാരും വരികയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഈ സദസ്സിൽ
സന്നിധരാവുകയാണ്. ഇന്നിവിടെ ബുസൂരി ഇമാം തങ്ങൾ ചൊല്ലിത്തന്ന ഈ പരിസരത്തും ഈ നാട്ടിലും ഈ സ്ഥാപനത്തിനോട് സഹകരിച്ച് ബന്ധപ്പെട്ട എല്ലാവരുടെ രോഗശമനങ്ങൾക്കും പ്രയാസങ്ങളും അകറ്റാൻ ആദ്യത്തെ ദിവസം തന്നെ, ഉദ്ഘാടന ദിവസം തന്നെ ഇവിടെ നല്ല ബുർദ മജ്ലിസാണ് സെറ്റപ്പാക്കിയത്. ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലമിന്റേതാകുന്ന അവിടുത്തെ പവറുകൾ പറയുന്ന വലിയ ഇബാദത്തും വലിയ ദോഷം പൊറുക്കപ്പെടാൻ പറ്റിയ ശൈലിയിലുള്ള സദസ്സുകൾ ഒരുമിച്ച് കൂട്ടാനുള്ള കാരണമെന്താ? ഔലിയാനോടുള്ള സ്നേഹമാണ്. നാളെ അവിടെ നമ്മൾക്ക് ആ തഖ്വയുള്ള മുഅ്മിനീങ്ങൾ നന്മകൾ പ്രവർത്തിച്ചവർ പോകുന്ന സ്വർഗലോകത്തേക്ക് കടക്കാൻ ഒരു കാരണമാകണമെന്നുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം സിയമൽ മടവൂരി തങ്ങളുടെ പേരിൽ 27 വർഷക്കാലമായി അവരോട് ജീവിതകാലത്തിലുള്ള ബന്ധത്തിൽ നേടിയെടുത്തു. എന്റെ ഖുതുബുൽ ആലമുമായി ബഹുമാനപ്പെട്ട അവർ അബ്ദുള്ള മൗലവി അവറുകൾ എന്റെ ഖുതുബുൽ ആലമിനോട് ഒരൊറ്റ നിമിഷം ബന്ധപ്പെട്ടപ്പോൾ അവിടുന്ന് ഔലിയാക്കളിൽ മഹാനായ ഖുതുബുൽ ആലമിന്റെ ധാരാളം കറാമത്തുകളും പവറുകളും ഈ വേദിയിൽ ഞാൻ പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെക്കാളും നിങ്ങളൊക്കെ ധാരാളം മതങ്ങൾ എപ്പോഴും കേൾക്കുന്നവരാ. ഇന്ന് ഈ കാലഘട്ടത്തിന്റെ ഇതിഹാസം മുജദ്ദിദുസ് സമാൻ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ എ.പി. ഉസ്താദ് അവറുകളും അതുപോലത്തെ മഹാന്മാരായ ആളുകൾ, അതേ ഈ ഉസ്താദാണെങ്കിലും കണ്ണിയത്ത് ഉസ്താദാണെങ്കിലും അങ്ങനെ ഇങ്ങ് പോന്നാൽ നക്ഷബന്ദി ത്വരീഖത്തിന്റെ മശായിഖന്മാർ, മൺമറഞ്ഞു പോയവരും ഇന്ന് നമ്മൾക്ക് നേതൃത്വം കൊടുക്കുന്ന മഹത്തുക്കളായ ആളുകൾ, ഈ അടുത്ത് മൺമറഞ്ഞു പോയ യൂസുഫുൽ ജീലാനി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കളൊക്കെ ഖുതുബുൽ ആലമിന്റെ ശിഷ്യനത്തിൽ വളർന്നവരല്ലേ. ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളെ ഈ സദസ്സിൽ മിണ്ടാൻ കഴിയുമെന്നോ ഇങ്ങനെ നിൽക്കാൻ സാധിക്കുമെന്നോ കരുതിയിട്ടില്ല. നല്ല പനിയാണ്. പക്ഷേ ഖുതുബുൽ ആലമിന്റെ ബറക്കത്ത് കൊണ്ട് അൽഹംദുലില്ലാഹ് ഇവിടെ എത്തുമ്പോഴേക്ക് അതൊക്കെ മാറും എന്ന് ചിന്തിച്ചപ്പോഴേക്ക് അവിടുത്തെ കറാമത്ത് കൊണ്ട് സന്തോഷത്തിൽ നിൽക്കാനും സാധിക്കുന്നു. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഇവിടെ വളർന്നത് അങ്ങനെയാണ്. അവര് ഖൽബ് ശുദ്ധമാക്കി ജീവിച്ചപ്പോ, അവരോട് ബന്ധപ്പെട്ടു പോയപ്പോ, അവരോട് ബന്ധപ്പെട്ടവർ മുഴുവനും രക്ഷപ്പെട്ടുപോയി. അങ്ങനത്തവർ ആ ഖുതുബുൽ ആലം സിയമൽ മടവൂരി തങ്ങളോടൊപ്പം സ്വർഗലോകത്തേക്ക് കടക്കാൻ കാരണമാകുന്നു. അതാണ് അബൂ ഹഫ്സ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആരുടെയെങ്കിലും ഹൃദയം സ്വർഗാവകാശിയുടെ ഹൃദയമായി നല്ല താഴ്മയുള്ള എല്ലാവരെയും സ്നേഹിക്കുന്ന, ലോകത്തൊരു മുസ്ലിമിനോടും വെറുപ്പില്ലാത്ത നല്ലതാകണമെന്നുണ്ടോ ഉമ്മമാരെ? സ്വാലിഹീങ്ങളോട് സഹവസിക്കണം. അത് വഅലിന്റെ സദസ്സിലും സ്വാലിഹീങ്ങളുമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. വൽയൽതസിം, അതേ അവിടുന്ന് പറയുകയാണ്, വൽയൽതസിം ബിഹുർമതിഹിം, അവരെ ബഹുമാനിച്ച് ആദരിക്കൽ നമ്മൾ എപ്പോഴും നിർബന്ധമാക്കിക്കൊണ്ടിരിക്കണം. ഫമിൻ ശിദ്ദത്തി തവാദുഇ ഫി അൻഫുസിഹിം യുഖ്തദാ ബിഹിം വലാ യുതകബ്ബർ. അതേ പറയുന്നു, അവരോടുള്ള ശക്തമായ താഴ്മയിൽപ്പെട്ടതാണ് ആ ഔലിയാക്കളെ പാത പിന്തുടർന്ന് ജീവിക്കുക. ഉമ്മമാരെ, ഔലിയാക്കളെ ജീവിതം എങ്ങനെയാ? തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ജലസ മഅ സബഅത്തിൻ, ഒരു 7 ആളെ കൂടെ ഒരാൾ ഇരുന്നാൽ സാദഹുല്ലാഹു സബഅത അശ്യാ,
അവനിക്ക് അല്ലാഹു 7 കാര്യം വർദ്ധിപ്പിച്ചു കൊടുക്കും. ഒന്നാമതായി പറഞ്ഞു വമൻ ജലസ മഅൽ ഉമറാ, രാഷ്ട്രീയ നേതാക്കളോടുകൂടി അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ നേതൃത്വത്തിന്റെ കൂടി മാത്രം ഇരിക്കുന്ന ആളാണോ, സാദഉല്ലാഹുൽ കിബ്റ, അവനെപ്പോഴും ഞാനൊരു വലിയവനാണെന്നൊരു കിബ്ർ വരും. എന്നാൽ വമൻ ജലസ അലൽ അഗ്നിയാ മഅൽ അഗ്നിയായി, ഒരാൾ അഗ്നിയാക്കളായ മുതലാളിമാരോട് മാത്രം കൂടിയാണ് നടക്കുന്നു, അവര് ഫുഖറായിനെ കണ്ടുകൂടാ, അവരോടൊപ്പം നടക്കുന്നില്ല എങ്കിൽ അവനിക്കതാ അല്ലാഹു തആല അല്ലാഹു അവനിക്ക് കൂടുതലാക്കി കൊടുക്കുന്നത് എന്താണെന്നറിയുമോ? അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് പൊങ്ങച്ചങ്ങൾ കൂടുതലാക്കി കൊടുക്കുകയാണ്. നേരെ മറിച്ച് ഒരാൾ സ്ത്രീകളോടുകൂടെയാണ് ഒരു പുരുഷൻ എപ്പോഴും സഹവസിക്കുന്നതെങ്കിലോ അവനിക്ക് മറതിയും ജഹലും വരും. കുട്ടികളോടുകൂടെയാണോ കൂടിയിരിക്കുന്നതെങ്കിലോ അവനിക്കെപ്പോഴും കളിതമാശകളിലായിരിക്കും. എന്നാൽ അഞ്ചാമതായി അവിടെ പറയുകയാണ് വമൻ ജലസ മഅസ് സ്വാലിഹീൻ വമൻ ജലസ മഅൽ ഫുഖറായി, ഫഖീറന്മാരായ പാവങ്ങളോട് കൂടെയാണ് കൂടിയിരിക്കുന്നതെങ്കിലോ സാദഉല്ലാഹു റിളാ ബിമാ ഖസമല്ലാഹു തആല, എപ്പോഴും നമ്മൾ സാധുക്കളെ കൂടെയായിരിക്കണം. സാധുക്കളായ ആളുകളാകുമ്പോ ഉമ്മമാരെ, എന്റെ ഉപ്പമാരെ, നമ്മൾക്ക് എപ്പോഴും അല്ലാഹു തന്ന വിഷയത്തിൽ ഒരു തൃപ്തി ഉണ്ടാകും. ബിതുർക്കിൽ മുസ്തഹാ വൽ ഫാഖിരി മിമ്മ തുഅമിൻ വമലാബിസിൻ വമനാസിലാ. ഇന്ന് മനുഷ്യന്മാർക്ക് ഇല്ലാത്ത ഒന്നാണ്, ഉള്ളത് കൊണ്ട് തൃപ്തി നമ്മൾക്കാർക്കും വരുന്നില്ല. പക്ഷേ സാധുക്കളായ ഫുഖറായിന്റെ കൂടെ എപ്പോഴും നടക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, എനിക്ക് അല്ലാഹു വലിയ നിഅമത്ത് തന്നിട്ടുണ്ടല്ലോ, എന്നെക്കാളും പാവപ്പെട്ട ഒരാളാണല്ലോ ഇദ്ദേഹമെന്ന് കാണും. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടില്ലേ സുഹൃത്തുക്കളെ? ഞാനൊരിക്കൽ എന്റെ കയ്യിനൊരു വേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോയി. സുബ്ഹാനല്ലാഹ്, അവിടെ ചെന്നു നോക്കുമ്പോഴാണ് ഞാൻ എന്റെ രോഗമാണ് വലുതെന്ന് കരുതി ചെന്നതാണ് മെഡിക്കൽ കോളേജിൽ. ചെന്ന് നോക്കുമ്പോഴല്ലേ പാവങ്ങൾ ഇഷ്ടം പോലെ, തലക്ക് കമ്പിയിട്ടവർ, കാലിന് കമ്പിയിട്ടവർ. ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ അവരുടെ ആയിരത്തിലൊന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അതാണ്, നമ്മൾ വലിയ പർദീസയിൽ ജീവിക്കുമ്പോ ഒരു ചെറ്റപ്പരയിൽ താമസിക്കുന്ന അയൽവാസിയോടൊന്ന് താമസിച്ചു നോക്കൂ. അവളുടെ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുമ്പോ നമ്മൾ അതാ എനിക്ക് അല്ലാഹു തന്നത് വലിയ ഉയർച്ചയാണ് എന്ന ഒന്ന് വരുന്നു സുഹൃത്തുക്കളെ. ആറാമതായി പറഞ്ഞത് മഅസ്സാലിഹീന വമൻ ജലസ മഅസ്സാലിഹീന സാദഉല്ലാഹു റഗ്ബത ഫീ തുഅത്തില്ലാഹ്. നമ്മൾക്ക് ഇബാദത്തിലേക്ക് ആഗ്രഹം വരാൻ അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളോട് കൂട്ടുകൂടണം. അതേ വമൻ ജലസ മഅൽ ഉലമാഇ സാദഉല്ലാഹുൽ ഇൽമ വൽ വറാ. അതേ ഉലമാക്കളോടുകൂടെയാകുമ്പോ നമ്മൾക്ക് അല്ലാഹു തആലാനോട് അവന്റെ ദീനിൽ വളരെ നമ്മൾക്ക് വരും, സൂക്ഷ്മതയിൽ ജീവിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് നമ്മൾ സ്വാലിഹീങ്ങളോടുകൂടെയുള്ള സഹവാസങ്ങളാണ്. അതല്ലേ പറഞ്ഞത്, ഞാൻ ഓതി കേൾപ്പിച്ച നിങ്ങൾ ആദ്യത്തിൽ എന്റെ മുഖവരയിൽ പറഞ്ഞില്ലേ ذكر الأنبياء من العبادة.
ഇവിടെ ഇസ്ലാമിന്റെ ചൈതന്യം വളർത്താൻ ഇവിടെ 1,00,000-ൽ പരം പ്രവാചകന്മാർ വന്നു. അമ്പിയാക്കളെ കുറിച്ച് പറയുന്ന സദസ്സ്, ആ പറയുക എന്നുള്ള ഒരു പ്രവർത്തനം വലിയ ഇബാദത്താണ്. വദിക്റുൽ സ്വാലിഹീന വൽ ഔലിയായി, അതേ കഫാറ. സ്വാലിഹീങ്ങളും ഔലിയാക്കളുമായ മഹാന്മാരെ കുറിച്ച് പറയുന്ന സദസ്സ്, അത് പറയുന്നതും കേൾക്കുന്നതും നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കളിൽ അഗ്രഗണ്യനായ മഹാനായ ഖുതുബുൽ ആലം സിയമുൽ മടവൂരി ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പറയപ്പെടുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരുമാറാകട്ടെ. അവരോടുള്ള മഹബ്ബത്ത് അല്ലാഹു നമുക്ക് ഏറ്റിത്തരുമാറാകട്ടെ. ما من عمل شيء أوثق عندي من اثنين. സ്വഹാബാ കിറാമിൽ ഒരു വലിയ സ്വഹാബിയുണ്ട്. ആരാണ്? ശഹീദ ബദ്റൻ, ബദ്റിൽ പങ്കെടുത്തു. ഉഹുദാ وجبيرهم أمر رجوع بود جانا ترتجو جودا نرام فرجوا شريعة بن عبد الله. അബൂ ദുജാന റളിയല്ലാഹു അൻഹു വഫാത്തിനടുത്തിരിക്കുകയാണ്. ആ സമയത്ത് അവിടുത്തെ പ്രിയക്കാര് ചുറ്റും നിൽക്കുന്ന സമയത്തതാ അബൂ ദുജാന തങ്ങൾ വിഷമത്തിലാണ്, പക്ഷെ മുഖത്തിൽ നല്ല ശോഭ കാണുന്നു. അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എന്താ നിങ്ങളുടെ അതേ മുഖത്തിൽ നല്ലൊരു ശോഭ കാണുന്നല്ലോ? സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സ്വഹാബി വര്യൻ പറയുകയാണ്, അതേ ഞാനൊരു അമലും ചെയ്തിട്ടില്ല, എനിക്ക് സന്തോഷിക്കാൻ ഇത്രയും ഒരു നല്ല ശൈലിയിൽ ഉണ്ടാകാനുള്ള ഔസഖ് ഉറപ്പിക്കാൻ പറ്റിയതൊന്നുമില്ല. 2 കാര്യം ഞാൻ ശ്രദ്ധിച്ചേ ജീവിച്ചിട്ടുള്ളൂ. ഫകുന്തു ലാ തകല്ലമു ഫീമാ ലാ യുഗ്നിനി, എനിക്കാവശ്യമില്ലാത്തൊരു സംസാരവും എന്റെ നാവ് കൊണ്ട് ഞാൻ സംസാരിക്കാറില്ല. ഞാൻ സംസാരിക്കുമ്പോ ചില സമയത്ത് ഞാനൊന്നും മിണ്ടില്ല, ചില സമയത്ത് ഞാൻ സംസാരിക്കും. സംസാരിക്കുന്ന എന്റെ ഈ നാവ് നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ ലോകത്ത് ജീവിതത്തിൽ ചെയ്തത് മുഴുവനും അവിടെ ചോദ്യം ചെയ്യപ്പെടുമ്പോ കൈ പ്രവർത്തിച്ച കൈ പറയുമ്പോ കാല് സാക്ഷി നിൽക്കുന്നു. ഇടത് കൈ ചെയ്തത് ഇടത് കൈ പറയുമ്പോ വലത് കാല് സാക്ഷി നിൽക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സമയത്ത് വരുമ്പോഴും നാളെ റബ്ബിന്റെ മുമ്പിൽ ഇത് മുഴുവനും ഞാൻ പറയേണ്ടി വരുമെന്ന ഉത്തമ ബോധത്തിൽ എനിക്ക് ഖൈറുള്ളതല്ലാതെ ഞാൻ പറയാറില്ല. വഅമ്മൽ ഉഖ്റാ ഫകാന ഖൽബി ലിൽ മുസ്ലിമീന സലീമാ. സുഹൃത്തുക്കളെ, അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഖൽബ് മുസ്ലിമീങ്ങളോട് സലീമാണ്. അതേ നല്ല വിശാല സലീമായ ഹൃദയം കൊണ്ടല്ലേ ഈ ബുർദ മജ്ലിസിന്റെയും ഖുതുബുൽ ആലമിന്റെ മദഹ് പറയുന്ന സദസ്സിലെ ഔലിയാക്കളെ സദസ്സില് അതേ ദിക്റുസ് സ്വാലിഹീന വൽ ഔലിയായി കഫാറ വദിക്റുൽ മൗതി സദഖ. സ്വാലിഹീങ്ങളിൽ അഗ്രഗണ്യനായ ഔലിയാക്കളിൽ പ്രധാനിയായ നക്ഷബന്ദി ത്വരീഖത്തിന്റെ ശൈഖ് ഖുതുബുൽ ആലമിനെ പറയുന്ന സദസ്സിലിരുന്നാൽ ദോഷം പൊറുക്കുമെന്ന് നാം അറിഞ്ഞവരല്ലേ. എന്റെ വാക്ക് വിദൂര ദിക്കുകളിൽ നിന്ന് കേൾക്കുന്ന വല്ലവരും വീട്ടിലിരുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ കടന്നു വരൂ.
സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ. കല്ലടക്കുത്തിയിൽ CM മടവൂരിന്റെ പേരിലുള്ള സദസ്സിൽ നിന്ന് കേൾക്കുന്ന ഉച്ചഭാഷണയിൽ വിദൂര ദിക്കിൽ നിന്ന് സദസ്സിൽ നിന്ന് കേൾക്കുന്നത് അത് ശ്രവിച്ചിരിക്കാതെ ഈ സ്വർഗത്തിലേക്കൊന്ന് കടന്നിരുന്നിട്ട് ബഹുമാനപ്പെട്ട ഉസൂരി ഇമാം പാടിയ ആ ബുർദയിലൊന്ന് പങ്കെടുക്കാൻ വരൂ സുഹൃത്തുക്കളെ. ഇരിക്കൂ, സ്വർഗത്തിലിരിക്കാൻ താല്പര്യമില്ലയോ? ഔലിയാക്കളെ മദ്ഹ് കേൾക്കാൻ, അത് കേട്ടിട്ടും പറഞ്ഞിട്ടും നമ്മളെ ദോഷങ്ങളൊന്ന് പൊറുക്കണ്ടയോ? ഞാൻ ചോദിക്കട്ടെ, അടുത്ത് നിങ്ങളെ പെരിയ എന്ന് പറഞ്ഞൊരു 5-6 കിലോമീറ്റർ അപ്പുറം ഞാൻ അതിശീഘ്രം ഇവിടെ എത്താൻ ഓടി വന്ന സ്ഥലം എന്റെ ഓർമ്മയിൽ വന്നതാ. അവിടെയാണ് ഒരു വലിയ സമ്പാദ്യം വിതരണം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വലിയൊരു നേട്ടം കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോ ഓടി വരൂലേ? അവിടെ നമ്മൾക്ക് നിറവ്യത്യാസങ്ങളില്ലല്ലോ, അവിടെ നമ്മളൊന്നും ചിന്തിക്കാറില്ലല്ലോ. നമ്മുടെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും അതേ ഓഹരി ചെയ്തു കൊടുക്കുന്നുണ്ട്. വീടില്ലാത്തവനൊരു 3 സെന്റ് വീട് കൊടുക്കുന്നുണ്ട് പെരിയിൽ എന്ന് പറയുമ്പോ എത്ര ഉറക്കൊഴിക്കാറാ? അവിടെ നമ്മൾക്ക് ക്ഷീണമില്ലല്ലോ. നാളെ സ്വർഗലോകത്തിതാ ഒരു 3 സെന്റ് അതാ നൽകുന്നു. എല്ലാ സുഖാനുഭൂതികളുമുള്ള അവിടെ മലക്കുകൾ നിങ്ങളെ കസാരയിൽ കൊടുന്നിരുത്തുന്നു. ഇരിക്കുന്ന കസാരയിലേക്ക് വരുന്നു പഴവർഗങ്ങളും അതേ ആശിച്ചതെന്തും ആ ഗേഹത്തിലുണ്ടൊരു ഫോൺ വിളിക്കേണ്ടതില്ലല്ലോ. നമ്മളെ ജീവിതത്തിൽ എത്ര അറിഞ്ഞും അറിയാതെയും ചെയ്ത ദോഷത്തിന്റെ കഫാറത്താണ് വദിക്റുൽ മൗതി സദഖ. ഈ സദസ്സിലിരുന്ന് മരിച്ചു പോകണല്ലോ റബ്ബേ. ഞാൻ എന്തിനാണ് ലോകത്തൊരു മുസ്ലിമിനോട് അബൂദുജാന തങ്ങൾ കാണിച്ച മനസ്സില്ലേ? എന്റെ 2 കാര്യമാണ് മരിക്കുമ്പോ എന്റെ മുഖം ശോഭയാകാനുള്ള കാരണം. എന്തേ? രണ്ടാമത്തത് വല്ലുഖ്റാ ഫകാന ഖൽബി ലിൽ മുസ്ലിമീന സലീമാ. ഔലിയാക്കൾ അങ്ങനെയാണ്. ഔലിയാക്കളെ സദസ്സിൽ വന്ന മുഅ്മിനീങ്ങളെ, മരണം വരെ ലോകത്തൊരു മുസ്ലിമിനോട് നമ്മളെ മനസ്സിൽ വെറുപ്പ് വേണ്ട. ഒരു ഹദീസ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കട്ടെയോ? അബ്ദുല്ലാഹ് ഇബ്നു സഹീൽ തങ്ങൾ പറയുന്നു, യഹ്യ ഇബ്നു മുആദ് സ്വഹാബി തങ്ങൾ എപ്പോഴും ഉപദേശിക്കുന്നു. എന്താണെന്നറിയുമോ? ലിയകുൻ ഹള്ളുൽ മുഅ്മിൻ സലാത്ത്. ഒരു യഥാർത്ഥ മുഅ്മിനിന്റെ സ്വഭാവം 3 ആവട്ടെ. ഏതാണ് വേണ്ടത്? 3 എണ്ണമാകണം. ഒന്നേതാണെന്നറിയുമോ? ഇല്ലം തൻഫഉ ഫലാ തുദറു. നീ ഒരാൾക്ക് മക്കൾ ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഒരു മുഅ്മിനാണെന്ന് ശ്രദ്ധിക്കുന്നത്. എന്റെ വാക്ക് കേൾക്കുന്ന ഉമ്മമാരെ നമ്മളെ ജീവിതത്തിൽ പകർത്തണം. ഔലിയായിന്റെ മനസ്സ് അങ്ങനെയാണ്. 3-4 സ്വഭാവം നമുക്ക് വേണം. ഏതാണ് ആ സ്വഭാവം എന്നറിയുമോ? നമ്മൾക്ക് 3 ഹവ്വ നമ്മൾക്ക് വേണം. നീ ഒരാൾക്ക് ഉപകാരം ചെയ്യുന്നില്ലേ, എന്നാൽ നിന്റെ ഭാഗത്ത് നിന്ന് ഉപദ്രവം ഉണ്ടാകരുത്. മോനെ, ഇല്ലം തഫ്റഹു, ഒരാളെ നീ സന്തോഷിപ്പിക്കുന്നില്ലയോ? ചില ആളുകൾ അങ്ങനെയുണ്ട്. മറ്റൊരാൾക്ക് നമ്മൾ കാരണമായി സന്തോഷം കൊടുക്കുന്നത് കണ്ടുകൂടാ. ലോകത്തെല്ലാ മുഅ്മിനീങ്ങളും നന്നാകണമെന്ന ചിന്തയാണ് ഔലിയാക്കളെ ചിന്ത. ഇല്ലം തഫ്റഹു, നിനക്ക് അവനെ സന്തോഷിപ്പിക്കാൻ നീ പണം കൊടുക്കുന്നില്ല, സന്തോഷിപ്പിക്കാൻ നീ അവനെ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ഒരു കാര്യം വേണം, നീ ഫലാത്തഹുമ്പോ, അവനെ നീ മനക്ലേശത്തിലാക്കരുത്. നീ അവനെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന സ്വഭാവം നിന്നിലുണ്ടാവരുത്. നീ അവനിക്ക് മനക്ലേശമുണ്ടാകുന്ന ഹമ്മും ഹമ്മിലുമാക്കരുത് മോനെ. നിന്റെ ഭാഗത്തു നിന്ന് സന്തോഷം കൊടുക്കുന്നില്ലെങ്കിലും 3-ാമതായി പറയുന്നു, ഇല്ലം തംദഹു, അവനെ നീ മദ്ഹ് ചെയ്യുന്നില്ലെങ്കിൽ. എന്റെ കുട്ടിയാള് അവിടെ പല വണ്ടികളും വരും. നമ്മൾ സദസ്സിൽ അങ്ങോട്ടൊന്നും നോക്കരുത്. നമ്മൾ സ്വർഗത്തിലാണുള്ളത്, ഔലിയാക്കളെയാണ് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, 3-ാമത്തെ സ്വഭാവം പറഞ്ഞതെന്താ? നീ ഒരാളെ മദ്ഹ് ചെയ്യണില്ല.
നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിലിരിക്കുമ്പോ കൂട്ടത്തിലിരിക്കണ്ടവന്നെ മദഹ് ചെയ്യാൻ, നല്ലത് പറയാൻ ഒരു പക്ഷേ നമ്മളെ മനസ്സ് കിബർ സംഭവിക്കൂല. മോനെ, നീ മദഹ് പറയണ്ട, നിന്റെ അയൽവാസിയെ മദഹ് പറയണ്ട. ഈ കല്ലടക്കുറ്റിയിൽ വലിയ സ്ഥാപനം നടത്തുന്നു നമ്മുടെ അബ്ദുള്ള മുസ്ലിയാർ, നിനക്ക് മദഹ് പറയാൻ കഴിയുന്നില്ലേ? പക്ഷേ നീ ഒരു കാര്യം ചെയ്യരുത്, മദഹ് പറയാൻ നിന്റെ ഖൽബിന് സാധിക്കുന്നില്ലെങ്കിൽ ഒരാളെയും നീ ആക്ഷേപിക്കരുത് മോനെ. ഫലാ തദുമ്മുഹു. 3 ഉപദേശമാണ്. ഇതാണ് ഔലിയാക്കളെ ഉപദേശം. അതുകൊണ്ട് അങ്ങനത്തെ ഔലിയാക്കളും ആ ഔലിയാക്കളെ കണ്ട് ഇജാസത്ത് പ്രകാരം നടത്തുന്ന സദസ്സുകളിൽ ആഴ്ചയിൽ വരുന്നവരാ മുത്തുമോമിനീങ്ങളെ നിങ്ങൾ, എന്റെ വാക്ക് ശ്രവിക്കുന്ന മോമിനാത്തുകളെ നിങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയുന്നു, സിഎമ്മിനെ ഞാനും കണ്ടിട്ടില്ല, നിങ്ങളിലും പലരും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ കാലഘട്ടത്തിൽ കേട്ടിട്ടുണ്ട്. എന്റെ ഉസ്താദ് എപ്പോഴും പറയാറുണ്ട്, ഉസ്താദ് പടന്നയിൽ ദർസ് നടത്തുമ്പോ ബഹുമാനപ്പെട്ട സിഎമ്മിന്റെ കൂടെ സഹചാരിയാണ് ബഖിയാത്തുസ് സ്വാലിഹാത്തിൽ. അതല്ലേ ഞാൻ തുടക്കത്തിൽ പാടിയ ബൈത്തിൽ പറഞ്ഞത്, വലിയ മുദരിസാണ്, ആലിമാണ്. അതോട് ഔലിയാക്കളെ മനസ്സാതെ 3-1 ഇല്ലം തൻഫഉ വലാ തദുറുഹു. ഒരാൾക്കും ഒരു ഉപദ്രവമില്ല. എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയോ? ശൈഖുന കാന്തപുരം ഉസ്താദിനെ കണ്ടിട്ടില്ലേ? മർക്കസു സഖാഫത്തി സുന്നിയിലൊന്ന് പോയി നോക്ക. എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് റൂമിൽ നിരന്ന ആളുകളാണ്. അതേ മക്കളെ കെട്ടിക്കാനാണ്, അതേ പാപങ്ങൾ രോഗികൾ മന്ത്രിപ്പിക്കാനാണ്. സമയമില്ലല്ലോ. മാസത്തിൽ കാസർഗോഡ് വരുന്നു ഒരു ബുഖാരി ദർശന്, വരുമ്പോ 8-10 പരിപാടികളാണ്. മിനിട്ടൊഴിവില്ല. രാത്രി 2 മണി സമയത്തും റെയിൽവേ സ്റ്റേഷനിൽ ഉറക്കൊഴിച്ചു നിൽക്കുന്ന പ്രായം ചെന്ന പണ്ഡിത വരേണ്യർ ആര് കൊടുത്തു ആ ഒരു സ്വഭാവം? അത് ഔലിയാക്കളുടെ നേതാവ് ഖുതുബുൽ സിഎമ്മിൽ മടവൂരി തങ്ങൾ പഠിപ്പിച്ചതാണ്. എന്ത് ചെയ്യണം? ഔലിയാക്കളെ മനസ്സതാണ്. 3-1. ഇല്ലം തംതദൂനി ഇല്ലം തൻഫഉ. നിങ്ങളെ കൊണ്ട് ഉപകാരമില്ലെങ്കിൽ ഉപദ്രവം ചെയ്യരുതെന്ന് പറഞ്ഞ് മാത്രല്ല, അവര് ഉപകാരവും ചെയ്യുന്നു, ഉപദ്രവത്തെ തടുക്കുകയും ചെയ്യുന്നു. ആളുകളെ സന്തോഷിപ്പിക്കുന്നു, സന്താപം ദൂരീകരിച്ചു കൊടുക്കുന്നു. അതെ, അതോടൊപ്പം തന്നെ 3-ാമതായി പറയുന്ന എല്ലാവരെയും മദഹ് ചെയ്ത് പൊന്തിച്ച് വലിയ ദർജയിലേക്ക് കൊണ്ടുവരുന്നു. ആക്ഷേപിക്കുന്നവനെ കണ്ടത്തിൽ കടാരി വെച്ച് ആക്ഷേപങ്ങൾ നിർത്തി ലോക മുസ്ലിമീങ്ങളെ എല്ലാവരെയും നന്നാക്കുന്നു. ഇതാണ് ഔലിയാക്കളെ സ്വഭാവം. എന്നാൽ ഒരു മുഅ്മിന്റെ സ്വഭാവമാണ് അങ്ങനെ ചെയ്യേണ്ടത്. ഒന്ന് കണ്ടാൽ മതി. ഹാത്തിബുൽ അസ്സം റളിയല്ലാഹു അൻഹു ബൽഖ പട്ടണത്തെ വലിയ പ്രഭാഷകനാണ്, അതോടൊപ്പം വലിയ നേതാവാ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, എന്റെ ഉസ്താദ് കാരക്കുന്ന് ഉസ്താദ് പടന്നയിൽ ദർസ് നടത്തുമ്പോ വലിയൊരു മുഴ വന്നുപോയി. കൈ ഇങ്ങോട്ട് താഴ്ത്താൻ കഴിയുന്നില്ല. വലിയ പ്രായം ചെന്ന ഉസ്താദാണ്. പടന്നയിൽ ദർസ് നടത്തുമ്പോ ഒരു 30 കൊല്ലം മുമ്പത്തെ കഥയാ ഞാൻ പറയുന്നത്. സിഎം വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പുള്ള വർഷങ്ങളിലുള്ള അവസ്ഥയാണ്. ബഹുമാനപ്പെട്ടവർക്കറിയാം, സിഎമ്മിന്റെ ഒരു വാക്ക് മതി. അതാണ് സിഎമ്മിന്റെ മുരീദുമാരൊരു വാക്ക് പറഞ്ഞാൽ, ഇത് കൊണ്ടുപോയിക്കോ ഈ മരുന്ന്, അതങ്ങ് ശിഫയാകും. അല്ല ശിഫയാകട്ടെ, സിഎമ്മിന്റെ പേരിൽ ഫാത്തിഹ ഓതിക്കോ. അങ്ങനെ ആയിരിക്കും ഉസ്താദ് പറയുന്നത്. ഞാൻ പലപ്പോഴും പല പ്രശ്നത്തിന് വിളിക്കും. ഉസ്താദ് പറയും, നിങ്ങളൊരു ഖത്തം ഓതിക്കോ സിഎമ്മിന്റെ പേരിൽ. അൽഹംദുലില്ലാഹ്, നമ്മൾ സിഎമ്മിന്റെ നമ്മളെ ഇജാസത്തിൽ ഇല്ലാഞ്ഞിട്ടല്ല, അവരോട് സുഹബത്തുള്ളവരോട് നമ്മളാകണം. നമ്മളെന്തേ സിഎമ്മിന്റെ ഇജാസത്ത് എനിക്കില്ലേ, ഞാൻ എന്തിനാ ഇയാളോട് ദുആ ചെയ്യണേ? അത് കിബറാ മോനെ. എല്ലാവരോടും നമ്മൾ ദുആ ചെയ്യിപ്പിക്കണം. എല്ലാ സദസ്സിലും നമ്മൾ പോകണം. നീട്ടിക്കൊണ്ടുപോകുന്നില്ല, നിർത്തുകയാണ്. സുഹൃത്തുക്കളെ, ഉസ്താദ് സിഎമ്മിന്റെ അടുക്കൽ കോഴിക്കോട് ട്രെയിൻ ഇറങ്ങി നേരെ പോകുന്നു. അവിടെ ചെന്നിട്ട് അറിഞ്ഞു, ചെന്നപ്പോൾ അവിടെ ആരോടും മിണ്ടാത്ത അവസ്ഥയാണ്. ഉസ്താദ് പുറത്തു നിന്ന് ഉടൻ തന്നെ അതാ പുറത്ത് വന്നിട്ടുണ്ടല്ലോ.
കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാർ ഇങ്ങോട്ട് വരാൻ പറ. അങ്ങനെ വാതിൽ തുറന്നു, ഉള്ളോട്ട് കിടക്കുന്നു. ആ മസ്ഹൂർ പൊയ്ക്കോ, വേറെ വർത്തമാനമില്ല. സീർ ബാധിച്ച ആളാണ്, പൊയ്ക്കോ എന്നാണ് ആ പറഞ്ഞത്. സുഹൃത്തുക്കളെ, മഞ്ചേരിയിലേക്ക് 40 കിലോമീറ്ററാണ്. ദിവസങ്ങളോളം ഈ രോഗമായിട്ട് താന്നിട്ടില്ല, ശിവയായിട്ടില്ല. ഒരൊറ്റ മണിക്കൂർ കഴിയുമ്പോഴേക്ക് താനെ മഞ്ചേരി എത്തുമ്പോഴേക്ക് പകുതി താന്നു. അവിടെ നിന്ന് 10 കിലോമീറ്റർ കാരക്കുന്നിലെത്തിയപ്പോഴേക്ക് പാടെ അത് ചുങ്ങിപ്പോയി. അവിടെ വൈറ്റമിൻ ചേർത്തിയിട്ടില്ല, ഒരു ഗുളികയും കുടിച്ചിട്ടില്ല. ഔലിയാക്കളവാക്കാണ്, അങ്ങനത്തെ കൽബ് വേണം. ആ കൽബുള്ള ഔലിയാക്കൾ സ്വാലിഹീങ്ങളോടുള്ള സുഹബത്താണ് നമ്മൾക്ക് നേടിയെടുക്കാനുള്ളത് കേട്ടോ. സുഹബത്ത് കൊണ്ട് രക്ഷപ്പെട്ട വലിയ മഹാൻ ബൽഖയിലുള്ള പ്രഭാഷകൻ സൂഫിവര്യൻ ഹാത്തിമുൽ അസം തങ്ങളതാ പ്രഭാഷണം നടത്തുന്നു. ഔലിയാക്കൾ പ്രഭാഷണത്തിന് വന്നാൽ, ബുർദാ മജ്ലിസിൽ വന്നാൽ പാടുന്നത് ചിലപ്പോ നിങ്ങൾക്ക് ഈ മുഴുവനും ദുആ ആവൂല. അതിന്റെ ഇടയിൽ ഒരു ദുആ അങ്ങ് വരുന്നാൽ മതി. അൽഹംദുലില്ലാഹ്. സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചോളണം. ചിലപ്പോ ഉസ്താദുമാര് വഴന്നു പറയും, നീണ്ട ദുആന്റെ ആവശ്യമില്ല. വഴന്നിന്റെ ഇടയിൽ ഇടക്കൊക്കെ ദുആ ഉണ്ടാവും. ആ ദുആന് നമ്മൾ ആമീൻ പറയാൻ ശ്രദ്ധിക്കണം. കുതുബൽ ആലം സിയമിൽ മടവൂരി എന്ന് പറയുമ്പോ തർവിയത്ത് ഖദ്ദസല്ലാഹു സിർറഹു പറയണം. ഇടക്ക് ദുആ ചെയ്യും, അപ്പാമീൻ പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദർജ കൊണ്ട് നമ്മളെ ദോഷം പൊറുക്കട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ സർവ്വ ഉമ്മമാരും ഉപ്പമാരുടെയും സർവ്വദോഷങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. ഓ വിദൂരദിക്കിൽ നിന്ന് കേൾക്കുന്ന സുഹൃത്തുക്കളെ, പെടുന്നനെ നമ്മളെ സദസ്സിൽ വന്നിരുന്നോ? ബുർദ തുടങ്ങാനിരിക്കുകയാണ്. ആത്തിമുൽ അസം തങ്ങള് നല്ല പ്രഭാഷണമാണ്. കൂട്ടത്തിൽ ആത്തിമുൽ അസം തങ്ങളെ പ്രഭാഷണത്തിന് വന്നവരല്ല. പ്രഭാഷണം കേൾക്കണം, ദ്വാരിപ്പിക്കണം എന്ന് കരുതി വരാത്തൊരു പാവപ്പെട്ട ഒരാളുണ്ട്. അയാൾ അങ്ങനെ ദ്വാരിപ്പിക്കാൻ വന്ന ആളല്ല, ദോഷം പൊറുക്കാൻ വന്ന ആളുമല്ല. ആത്തിമുൽ അസം പ്രഭാഷണത്തിന്റെ ഇടയിൽ ഒരൊറ്റ ദുആ, അല്ലാഹുവേ ഈ മജ്ലിസിലുള്ള എല്ലാവർക്കും ദോഷികൾക്കും വലിയ ദോഷത്തിന്റെ മേൽ നിൽക്കുന്നവരും എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാഹ്. കൂട്ടത്തിൽ ഒരു സ്വഭാവക്കാരനുണ്ട് ഉമ്മമാരെ. അയാളെ ജോലി കളവാണ്, കക്കലാണ് അയാൾക്ക് പണി. ഈ നാട്ടിൽ പരിസരത്ത് ആരും മരിച്ചാലും ഖബർസ്ഥാനിൽ പോയിട്ട് അതേ ഖബർ തുറന്നിട്ട് കഫംപുട എടുത്തിട്ട് കളവ് നടത്തുന്ന ഒരു സ്വഭാവക്കാരൻ വെറുതെ അങ്ങ് നടന്നുപോയ ആത്തിമുൽ അസം തങ്ങളെ പ്രഭാഷണത്തിനിരുന്നതാ. ഇടയ്ക്ക് ബഹുമാനപ്പെട്ടവര് ദ്വാരുന്നു. അല്ലാഹു ദുആ സ്വീകരിച്ച് ഈ മനുഷ്യന്റെ സർവദോഷവും വർഷങ്ങളോളം കളവ് നടത്തിയ മനുഷ്യൻ കളവുകളും അങ്ങല്ല പുറത്തു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഈ മനുഷ്യൻ സദസ്സ് വിരിഞ്ഞ് അതേ പതിവ് പോലെ രാത്രി ഫലമ്മാ ജന്നല്ലയിലു, രാത്രി അങ്ങ് ഇരുട്ട് മുറ്റിയപ്പോ പഴയ പല്ലവി പോലെ പോയി. ഇവിടെ ദോഷം പുറത്തത് ഈ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. ആത്തിമുൽ അസം തങ്ങൾ പോവുകയാണ്. ആത്തിമുൽ അസമിന്റെ സദസ്സിലിരുന്ന ഈ കള്ളൻ, ആ മനുഷ്യൻ ആ ഖബർസ്ഥാനിൽ പോയി ഒരു ഖബർ മാന്തി. ഖബർ മാന്തുമ്പോഴാണ് സുബ്ഹാനല്ലാഹ്, ഖബർ അങ്ങ് മാന്താൻ വേണ്ടി കുഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും ഒരു അശരീരിയടോ, ലജ്ജയില്ലേ മനുഷ്യ? ആത്തിമുൽ അസം തങ്ങളെ സദസ്സിൽ നിന്ന് അല്ലാഹ് പുറത്തു തന്നിട്ട് ഇനിയും ഒരു തെറ്റിലേക്ക് തിരിച്ചു വരികയാണോ? ചോദിക്കേണ്ട താമസം വിനായി മനുഷ്യന് ബോധോദയമായി, അല്ലാഹ് ഞാൻ വലിയ തമ്മാടിയായി പോയല്ലോ, എന്റെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തന്നിട്ട് ഞാൻ ഇത്ര ഒരു മോശക്കാരനായി പോയോ? അതേ അദ്ദേഹം ആ ജോലി ഒഴിവാക്കി തൗബ ചെയ്ത് ആത്തിമുൽ അസം തങ്ങളടുക്കൽ വരുന്നു, കാര്യം പറയുന്നു. ആത്തിമുൽ അസം തങ്ങൾ ദുആ ചെയ്ത് വീണ്ടും കൊടുക്കുന്നു. സന്തോഷത്തോടുകൂടി
ഹാത്തിമുൽ അസമ്മ തങ്ങളുടെ സദസ്സിലൊന്ന് പങ്കെടുത്തതുകൊണ്ട് അതേ ദോഷങ്ങളിൽ നിന്ന് അതാ രക്ഷപ്പെട്ടു പോയി സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ ബുർദ മജ്ലിസിന് നേതൃത്വം കൊടുക്കുന്ന ഖുതുബി ഉസ്താദ് അവர்கள் കടന്നു വരുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അങ്ങനെ ഹാത്തിമുൽ സമ്മതങ്ങളെ ഒരു സദസ്സിൽ പങ്കെടുത്തുവെങ്കിൽ അങ്ങനത്തെ ഔലിയാക്കളുടെ ആ പിൻഗാമികളായ നേതാക്കളാണ് ഖുതുബുൽ ആലം സിഎംഎൽ മടവൂരി തങ്ങള്. അൽഹംദുലില്ലാഹ് ആ മടവൂരി ശൈഖ് അവറുകൾ ഒരു ദിവസം നിങ്ങൾക്കറിയുമോ, ജീവിതകാലത്ത് വലിയ ഒരു തമ്മാടിയായ മനുഷ്യൻ, അതേ നാഷണൽ പെർമിറ്റിന്റെ ലോറിയിൽ ഡ്രൈവറാണ്, കള്ളുകുടിയനാണ്. കള്ളു കുടിച്ചുകൊണ്ടാണ് അപ്പോഴും വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അതേ വയനാട് ചുരം താമരശ്ശേരി ചുരം ഇറങ്ങുകയാണ് വാഹനം. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം, ബറക്കത്തിന് വേണ്ടി ഖുതുബുൽ ആലമിന്റെ ഒരു സംഭവം മാത്രം പറഞ്ഞു നിർത്തുകയാണ്. അതേ ഉമ്മമാരെ, സ്വാലിഹീങ്ങളോടുള്ള സഹവാസവും അവരോടുമുള്ള സ്വാലിഹീങ്ങളോടുകൂടെയുള്ള സഹവാസവും ആ സഹവാസത്താൽ ലഭിക്കുന്ന നമ്മുടെ നേട്ടവും നമ്മൾ നന്നായി തീരുന്നൊരു അവസ്ഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹാത്തിമുൽ അസമ്മിന്റെ സദസ്സിൽ ഒരു പ്രാവശ്യം ഒന്ന് കണ്ടപ്പോ ദുആ കൊണ്ട് രക്ഷപ്പെട്ടുവെങ്കിൽ ഖുതുബുൽ ആലമിനെ ഒരു നിമിഷം കണ്ടപ്പോൾ നന്നായ സംഭവമാണ്. വലിയ ഒരു നാഷണൽ പെർമിറ്റ് ലോറിയിൽ ഇങ്ങനെ രാത്രി 12 മണിക്ക് അതാ ഇറങ്ങി വരുന്നു. വയനാട് ചുരത്തിൽ പോയ ഉമ്മമാർക്കറിയാം, ഉപ്പമാർക്കറിയാം, ഒരു കാറ് പോലും അവിടെ തിരിക്കാൻ വിശാലതയില്ല. അവിടെ വെച്ചുകൊണ്ട് അന്ന് സുബ്ഹാനല്ലാഹ് ഇന്ന് പോലും കുടുസാണ്. അങ്ങനെ വലിയൊരു ലോറി ഡ്രൈവർ, നല്ല കള്ളിലാണ് ഈ വരുന്ന തമ്മാടിയായ മനുഷ്യൻ. സുബ്ഹാനല്ലാഹ് ഏത് കള്ളുകുടിയനാണെങ്കിലും മൃഗങ്ങളെ കണ്ട് ജീവൻ പോകുന്നത് വളരെ വിഷമമാണല്ലോ. ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആ മനുഷ്യനതാ വാഹനമോടിച്ച് നടുവളവിലെത്തുന്ന സമയത്തൊരു 12 ആനക്കൂട്ടം ഇങ്ങനെ വരുന്നു. എസ്റ്റേറ്റിൽ ഫോറസ്റ്റിൽ കാണുന്ന ആനക്കൂട്ടം ആരും വളർത്തുന്ന ആനയാകൂല, കാട്ടാനയാണ്. ഒന്ന് തന്നെ പിടിച്ചാൽ വലിയ വാഹനങ്ങളെ മറിച്ചിടാൻ കഴിവുള്ള 12 ആനകൾ ഇങ്ങനെ വരുന്നു. ഡ്രൈവർ ആകെ വിഷമിച്ചുപോയി. ഇല്ല ഇല്ല, ഇനി എനിക്ക് ജീവനില്ല, രക്ഷയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ മനുഷ്യൻ രണ്ടും കൽപ്പിച്ചിട്ട് ആ ലോറി അതാ ഒരു സൈഡിലേക്ക് അങ്ങ് സൈഡാക്കി നിർത്തിവെച്ചു. സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യൻ ഇങ്ങനെ കണ്ണിൽ മരണം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് 12 ആനകളിൽ ഒരു പാപ്പാനെയും കാണുകയാണ്. എങ്ങനെ കാട്ടാനയുടെ പാപ്പാൻ വരുന്നു, തൊളിക്കാൻ ആള് വരുന്നു. നോക്കുമ്പോ ഒരു അത്ഭുതാവഹമാണ്. ഒരാനയുടെ വാലിൽ നിന്ന് മറ്റൊരു ആനയിലേക്ക് ചാടുന്നു. എന്നിട്ട് ആ ആനയുടെ വാലിൽ പിടിച്ച് കയ്യിൽ ഒരു വടിയും പിടിച്ച് ഇങ്ങോട്ട് ചാടിക്കളിക്കുന്ന ഒരു പാപ്പാൻ. ഈ മനുഷ്യൻ ബേജാറായി മരണത്തോട് ഇങ്ങനെ മുഖം കണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ പാപ്പാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വാഹനത്തിന്റെ അടുത്തിൽ നിന്ന് ഓരോ ആനകളെയും ഇങ്ങനെ വരിക്ക് നിർത്തി തൊളിച്ച് നിർത്തിയിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, പോയിക്കോ, വാഹനമെടുത്തോ. ഈ മനുഷ്യന് വല്ലാത്ത മാനസാന്തരം, സന്തോഷമായി രക്ഷപ്പെട്ടു പോയല്ലോ. ഈ മനുഷ്യനെ ഈ 12 ആനകളും ഒന്നും ചെയ്തില്ല. ഈ മനുഷ്യൻ മനസ്സിലാക്കി, ഇത് അല്ലാഹു എന്നെ രക്ഷിച്ചു, ഇനി ഇന്ന് മുതൽ ഞാൻ കള്ളുകൂടി നിർത്തുകയാണ്, ഞാൻ തമ്മാടിത്തരം ചെയ്യൂല.
അങ്ങനെ ആ മനുഷ്യൻ രക്ഷപ്പെട്ടുപോയി. ഈ മനുഷ്യൻ പിന്നെ നല്ല സദസ്സുകളിൽ പോകാൻ തുടങ്ങി, ഔലിയാക്കളെ ദർഗയിൽ പോകാൻ തുടങ്ങി, ജീവിച്ചിരിക്കുന്ന മഹാന്മാരെ കാണാൻ തുടങ്ങി. ഈ സംഭവം കഴിഞ്ഞിട്ട് 12 വർഷം കഴിഞ്ഞു. ആ മനുഷ്യൻ കേട്ടു CM മടവൂരെന്ന് പറഞ്ഞ ആളുണ്ടെന്ന്. അങ്ങനെ അദ്ദേഹമാകുന്ന വലിയന്റെ അടുക്കൽ കാണാൻ ചൊല്ലുന്നു. അൽഹംദുലില്ലാഹ് 12 വർഷം മുമ്പാണ്. ഒരു വലിയൊരൊറ്റ നിമിഷമാണ് ആ പാപ്പാനനെ ഇദ്ദേഹത്തിന്റെ കണ്ണിൽ കണ്ടിട്ടുള്ളത്. 12 ആനകളെയും തൊളിച്ചു നിർത്തി തന്നൊരു പാപ്പാന ഒരു സെക്കൻഡ് മിനിറ്റേ അയാളെ കണ്ണിൽ കണ്ടിട്ടുള്ളൂ. പക്ഷെ അയാള് കണ്ടത് ഇയാളൊരു വലിയാണെന്ന ശൈലിയിലല്ല, ഏതോ ഒരു അപരിചിതനായ മനുഷ്യൻ എന്ന മാത്രയില്ല. പക്ഷേ സഹവാസമുണ്ടായതുകൊണ്ട് മാത്രം 12 വർഷം കഴിഞ്ഞിട്ട് CM മടവൂരെന്ന് പറഞ്ഞ വലിയുണ്ടെന്ന് കേട്ട് കാണാൻ ചെന്നപ്പോൾ ഫസ്റ്റ് തന്നെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞങ്ങ് കേറിയപ്പോ പറഞ്ഞത് സലാമടക്കുകയല്ല, അന്ന് നീ ആനകളെ കണ്ട് പേടിച്ചുവല്ലേ? ചോദ്യം, അന്ന് നീ ആനകളെ കണ്ട് പേടിച്ചില്ലേ? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ. ഞാൻ പറഞ്ഞല്ലോ ഇന്നിവിടെ വരുമ്പോ വലിയ പനിയാണ്. ഞാൻ ഓർത്തി എന്റെ ശൈഖുനാ കാന്തപുരം ഉസ്താദ് ബുഖാരി നടത്തുമ്പോ മടവൂരിന്റെ ഒരു കറാമത്ത് പറഞ്ഞു തന്നിരുന്നു. അതേ മുജാഹിദിന് മറുപടിക്ക് പോയിട്ട് ചുരുക്കി പറയുകയാണ്, ഒരു ഡോക്ടറെ കണ്ടിട്ടും മാറി മാറി ഡോക്ടറെ കണ്ടിട്ട് പനി മാറിയില്ല. മടവൂര് തങ്ങളെ കണ്ടിട്ടതാ ചെന്നപ്പോ കണ്ടതുമില്ല, ഇങ്ങോട്ട് പറഞ്ഞയച്ചു. സുഹൃത്തുക്കളെ വിറച്ചു നിൽക്കുകയാണ്. പനി അങ്ങ് മാറിപ്പോയത് എങ്ങനെയാണ്? മടവൂർ ശൈഖ് പറഞ്ഞു, അന്ന് പേടിച്ചുവല്ലേ? ചരിത്രം സുദീർഘമായി അതോ അങ്ങോട്ട് അടുക്കാത്തതാണ്. മടവൂര് തങ്ങളെ കൊണ്ടാണ് രോഗശമനം. ആ മടവൂരാണ് വലിയാണ് നിയന്ത്രണങ്ങൾ. ആ കുത്തുബുൽ ആലം അതാ 12 കൊല്ലം മുമ്പ് കഴിഞ്ഞ ഒരൊറ്റ നിമിഷം കുത്തുബുൽ ആലമിനുമായി സഹവസിച്ചപ്പോ ആ മനുഷ്യൻ കള്ളുകുടിയിൽ നിന്ന് തമ്മാടിത്തരത്തിൽ നിന്ന് മാറിപ്പോയി. ആ 12 കൊല്ലം മുമ്പ് നടന്ന സംഭവം പിന്നെ 12 കൊല്ലത്തിന്റെ ശേഷമാണ് കണ്ടപ്പോൾ പറഞ്ഞത്, അന്ന് ആനയെ കണ്ട് പേടിച്ചുവല്ലേ? അല്ലാഹ് ഖുതുബുൽ ആലം തങ്ങളുടെ ഹഖ് കൊണ്ട് ഞങ്ങളെ ഈ സദസ്സ് ഖബൂൽ ചെയ്യണമല്ലാ. ഞങ്ങളെ ദുർസുലും ഞങ്ങളെ എല്ലാ കച്ചവട സ്ഥാപനങ്ങളിലും ഗൾഫിലും നാട്ടിലുമുള്ള എല്ലാ കച്ചവട സ്ഥാപനങ്ങളിലുമുള്ള സർവ്വശർറും തട്ടിമാറ്റണം റഹ്മാനേ. ഞങ്ങളെ ദുർസുകളും ഇവിടെയുള്ള ദുർസുകളും സ്ഥാപനങ്ങളിലും വലിയ ബറക്കത്ത് ചൊരിയണം റഹ്മാനേ. ഇൽമിൽ ബറക്കത്ത് ചൊരിയണം റഹ്മാനേ. മുതഅല്ലിമീങ്ങളിൽ ബറക്കത്ത് ചൊരിയണം റഹ്മാനേ. ഞങ്ങളെ ദുർസുലും ഞങ്ങളുമായി ഞങ്ങളെ ദീനീ ദഅവത്തിന് ഇവിടെ ഒരുമിച്ച് കൂടി ആരൊക്കെയുണ്ടോ എല്ലാവിധ ശർറുകളും തെറ്റിമാറ്റണം റഹ്മാനേ. സർവ്വ മുഅ്മിനോടും നല്ല സ്നേഹമുള്ള ഖൽബ്, ഔലിയാക്കളെ ഹൃദയം, ഖൽബുൻ സലീം ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. മരണം വരെ ലോകത്തൊരു മുസ്ലിമിനോടും ഒരു സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിനാത്തിനോടും വെറുപ്പ് നൽകരുത് റഹ്മാനേ. നല്ലത് ചെയ്യാനും അത് പറയാനും നല്ലവരോട് സഹവസിക്കാനുമുള്ള തൗഫീഖ് നൽകണം റഹ്മാനേ. പാടാൻ പോകുന്നത് ബുറൂദാണ്. ഇമാം ബൂസൂരി തങ്ങളും ഹാത്തിമുൽ അസ്മ തങ്ങളും അബൂദുജാൻ റളിയല്ലാഹു അൻഹു എല്ലാവരുടെ ഹഖ് കൊണ്ടും ഞങ്ങളെ നീയൊന്ന് നന്നാക്കി തരണം റഹ്മാനേ. ഹാത്തിമുൽ അസ്മ തങ്ങൾ ദുആ ചെയ്തതുപോലെ ഈ കല്ലടക്കുറ്റി സദസ്സിൽ വന്ന ഏത് ചെറുതും വലുതും പെണ്ണുങ്ങളും ആണുങ്ങളുമായി ആരുണ്ടോ എല്ലാവരുടെ ദോഷവും പുറത്തു തരണം റഹ്മാനേ. ഹജ്ജും ഉംറ ചെയ്യാതെ ഇവിടെ കൂടിയ ഒരാളെയും
മൗത്താക്കരുത് റഹ്മാനെ. ഹബീബിന്റെ ചാരത്ത് എത്തിക്കണേ റഹ്മാനെ. ഖുതുബീങ്ങളും ഗൗസീങ്ങളും സർവ്വംബിയാക്കളുടെയും മൽജാകുന്ന സ്വർഗലോകത്ത് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിവാറിൽ ഒരുമിച്ച് കൂടാൻ കാരണമായ സദസ്സായി സദസ്സിനെ സ്വീകരിക്കണം റഹ്മാനെ. ക്യാൻസർ, അറ്റാക്ക്, ഫംഗസ് ഇൻഫെക്ഷന്, കിഡ്നി ബ്ലോക്കുകൾ ഏത് രോഗികളുണ്ടോ, ന്യൂമോണിയ കൊണ്ട് ഞങ്ങളെ മക്കളും അത്യാസന്നാവസ്ഥയിൽ വെള്ളം തൊട്ടുകൊടുത്തിരിക്കുന്ന ഉമ്മമാര്, പ്രായം ചെന്നവർ, നീ ശിഫ നൽകണേ അല്ലാ. മരണമാണ് ഖളാ എങ്കിൽ നീ അവരെ വിഷമിപ്പിക്കാതെ ഈമാനോടെ മൗത്താക്കണേ അല്ലാ. റബ്ബേ, ശിഫയാണ് ഖളായിലെങ്കിൽ വിഷമിപ്പിക്കാതെ വഷളാകുന്ന രോഗികളാക്കാതെ പെടുന്നനെ ഈ സദസ്സിന്റെ ഹക്ക് കൊണ്ട് ശിഫ നൽകണം റഹ്മാനെ. ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാർ, പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, ഞങ്ങളെ കൽബിലേത് പ്രശ്നം കൊണ്ട് ഇവിടെ വന്നോ, ഇവിടെ വരുമ്പോ ഞങ്ങൾക്ക് ഏത് പ്രശ്നങ്ങളുണ്ടോ മുഴുവനും സലാമത്തിലായി ദീർഘകാലം നിന്റെ ദീനീ ദഅവത്തിലായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിലായി ഖുത്ബുൽ ആലം നടത്തി പോന്നതുപോലെ ദർസ് നടത്താനും അവിടുത്തെ നല്ല മനസ്സോടെ ജീവിച്ച് സ്വർഗം നേടാനും ഹബീബിനെ കണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചിറകിൽ സ്വർഗത്തിലെ ഇടം കണ്ട് മരിക്കാൻ ബഹുമാനപ്പെട്ട അബൂ ദുജാന തങ്ങൾ മരിക്കുന്ന സമയത്ത് മുഖം ലംഘിയതുപോലെ ഹൃദയവും മുഖവും ഒക്കെ ലംഘി മരിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനേ. ആമീൻ برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. പുറത്ത് നടത്തുന്ന ഉസ്താദുമാരും ഇവിടെ കൂടി എല്ലാവരും എന്നെയും കുടുംബത്തെയും നിങ്ങളത് ഉൾപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.